അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തുന്ന നിയമവിരുദ്ധമായ അധിനിവേശത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് 30-ലധികം പുതിയ കുടിയേറ്റ ഔട്ട് പോസ്റ്റുകളും ഫാമുകളും നിയമവിധേയമാക്കാൻ ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ രഹസ്യമായി തീരുമാനമെടുത്തു. ഈ നീക്കം കേവലം ഒരു ഭരണപരമായ തീരുമാനമല്ല, മറിച്ച് പലസ്തീൻ ജനതയുടെ മണ്ണും അവകാശങ്ങളും എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ലോകരാജ്യങ്ങളുടെ കണ്ണുവെട്ടിച്ച് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് ഇസ്രായേലിന്റെ അധിനിവേശ താൽപര്യങ്ങൾ എത്രത്തോളം അപകടകരമാണെന്ന് തെളിയിക്കുന്നു. ഈ കുടിയേറ്റ വ്യാപനം രഹസ്യമാക്കി വയ്ക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾ നേരിടാൻ പോകുന്ന കടുത്ത വിമർശനങ്ങളാണ്. ഇറാനുമായുള്ള യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ആ മേഖലയിലായിരിക്കുമ്പോൾ വെസ്റ്റ് ബാങ്കിലെ ഭൂമി പിടിച്ചെടുക്കൽ വേഗത്തിലാക്കാൻ നെതന്യാഹു സർക്കാർ ശ്രമിക്കുന്നു. എന്നാൽ ഇറാനിൽ നിന്നുള്ള തിരിച്ചടിയെ ഇസ്രായേൽ അങ്ങേയറ്റം ഭയപ്പെടുന്നുണ്ട്. ഇറാൻ ഉയർത്തുന്ന സൈനിക വെല്ലുവിളികൾക്കിടയിൽ മറ്റൊരു അന്താരാഷ്ട്ര വിചാരണ കൂടി നേരിടാൻ ഭയന്നാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ചും ഈ അംഗീകാരം പരസ്യമായി പ്രഖ്യാപിക്കാത്തതെന്ന് വ്യക്തമാണ്. നെതന്യാഹുവിന്റെ തീവ്ര വലതുപക്ഷ സർക്കാർ ലക്ഷ്യമിടുന്നത് ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം എന്ന സാധ്യതയെ പൂർണ്ണമായും ഇല്ലാതാക്കാനാണ്. ഓരോ പുതിയ ഔട്ട് പോസ്റ്റും ഓരോ പുതിയ ഫാമും പലസ്തീനുകളുടെ ഭൂമിയിൽ ആഴ്ന്നിറങ്ങുന്ന ആയുധങ്ങളാണ്. ഇസ്രായേലി നിയമപ്രകാരം പോലും മുൻപ് അനധികൃതമെന്ന് കണക്കാക്കിയിരുന്ന ഈ കേന്ദ്രങ്ങളെ ഇപ്പോൾ നിയമവിധേയമാക്കുന്നതിലൂടെ അക്രമികളായ കുടിയേറ്റക്കാർക്ക് സർക്കാർ പരസ്യമായ പിന്തുണ നൽകുകയാണ് ചെയ്യുന്നത്. ഇത് പലസ്തീൻ ജനതയെ സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളാക്കി മാറ്റുന്ന ക്രൂരമായ നടപടിയാണ്. കുടിയേറ്റക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അതിക്രമങ്ങൾ വെസ്റ്റ് ബാങ്കിൽ ഭീകരമായ തോതിലാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനുമായുള്ള സംഘർഷം ഒരു മറയാക്കി പലസ്തീൻ ഗ്രാമങ്ങൾക്ക് നേരെ സായുധരായ കുടിയേറ്റക്കാർ ആക്രമണം അഴിച്ചുവിടുന്നു. ഇവരെ തടയുന്നതിന് പകരം അവർ സ്ഥാപിച്ച അനധികൃത കെട്ടിടങ്ങളിലേക്ക് വൈദ്യുതിയും ജലവും എത്തിക്കാനാണ് ഇസ്രായേൽ സർക്കാർ മുൻഗണന നൽകുന്നത്. ഈ നടപടി അക്രമികൾക്ക് നൽകുന്ന പ്രോത്സാഹനമാണ്. ഇത് പലസ്തീൻ ജനതയുടെ സ്വൈര്യ ജീവിതം തകർക്കുകയും അവരെ നാടുകടത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം വെസ്റ്റ് ബാങ്ക് അധിനിവേശ പ്രദേശമാണ്. അവിടെയുള്ള സകല കുടിയേറ്റങ്ങളും നിയമവിരുദ്ധമാണ്. UN പ്രമേയങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ഈ വിപുലീകരണ പ്രവർത്തനങ്ങൾ ലോക സമാധാനത്തിന് ഭീഷണിയാണ്. സമാധാന ചർച്ചകളെക്കുറിച്ചും ദ്വിരാഷ്ട്ര പരിഹാരത്തെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുമ്പോഴും പ്രായോഗികമായി പലസ്തീൻ ഭൂമി വിഴുങ്ങുന്ന ഇസ്രായേലിന്റെ ഇരട്ടത്താപ്പ് ഈ രഹസ്യ തീരുമാനത്തിലൂടെ ഒരിക്കൽ കൂടി വെളിപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്യുന്നത് പലസ്തീൻ ജനതയുടെ സ്വയം നിർണയാവകാശത്തിന് മേലുള്ള നഗ്നമായ കടന്നുകയറ്റമാണ്. ഇറാൻ യുദ്ധഭീതിയും മേഖലയിലെ അസ്ഥിരതയും മുതലെടുത്ത് ഭൂമി കവർന്നെടുക്കുന്ന ഈ രീതി അങ്ങേയറ്റം അപലപനീയമാണ്. നിയമവിരുദ്ധമായി സ്ഥാപിക്കപ്പെട്ട ഔട്ട് പോസ്റ്റുകളെ ഒരു രാത്രി കൊണ്ട് നിയമവിധേയമാക്കുന്നത് അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. ഇത് ഇസ്രായേലിന്റെ അധിനിവേശ മുഖത്തെ കൂടുതൽ വ്യക്തമായി തുറന്നു കാട്ടുന്നു. ചുരുക്കത്തിൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു നിശബ്ദ യുദ്ധമാണ്. ആയുധങ്ങൾ കൊണ്ടല്ലെങ്കിലും കുടിയേറ്റ കേന്ദ്രങ്ങൾ വഴി അവർ പലസ്തീൻ ഭൂപടത്തെ മായ്ച്ചു കളയുകയാണ്. ഇറാനെ ഭയന്നും അന്താരാഷ്ട്ര സമൂഹത്തെ പറ്റിച്ചും നടത്തുന്ന ഈ രഹസ്യ നീക്കങ്ങൾ ലോകം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനതയുടെ രോദനം ലോക മനസാക്ഷിയെ ഉണർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പലസ്തീൻ മണ്ണ് പലസ്തീനികൾക്ക് അവകാശപ്പെട്ടതാണ്. അവിടെയുള്ള ഓരോ ഇസ്രായേലി നിർമ്മാണവും അനീതിയുടെ അടയാളങ്ങളാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.